ഹലോ, ഒരു പുതിയ വീഡിയോയുമായി ഞാൻ പിന്നെയും വന്നു കേട്ടോ. നമ്മൾ ഇന്നൊരു പ്രത്യേകതയൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ പല സ്ഥലങ്ങളിലും പല രുചികളിലാണ് അല്ലേ ഭക്ഷണങ്ങൾ ഒരുക്കുന്നതും എല്ലാം. ഇന്നിപ്പോൾ ഞാനൊരു മോരുകറി കാളൻ എന്ന് തന്നെ പറയാം. അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടത്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നു. കായ മാത്രമേ എടുത്തിട്ടുള്ളൂ, ചേന ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേനയില്ല. പിന്നെ നാളികേരം, ഇതിൽ അരച്ചിരിക്കുന്നത് നല്ല ജീരകം, കുരുമുളക്, അതൊക്കെയാണ് കേട്ടോ. പിന്നെ വേണ്ട ആവശ്യമായ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഈ നാളികേരത്തിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ, കറിവേപ്പില, ഇതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ. അപ്പം നമുക്ക് തുടങ്ങാം. ചീനച്ചട്ടി ഇങ്ങനെ ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് കടുകിട്ടു. കടുകിങ്ങനെ പൊട്ടുണ്ട്. ഉലുവ, ചുവന്ന മുളക്, രണ്ട് കറിവേപ്പില. ഇനി നമ്മൾ അരച്ച് വെച്ച നാളികേരമുണ്ട്, കുരുമുളകും പച്ചമുളകും നല്ല ജീരകവും, കുരുമുളക് ഒരു 10-15 എണ്ണം, അത് ഇതിലേക്ക് ഒഴിക്കുക. വെള്ളം ചേർക്കാണ്ട്, പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്മീമ വെള്ളം ചേർക്കാണ്ടൊക്കെ അരച്ചെടുക്കണം ചെയ്യാറ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ദിവസം ഇത് കേട് കൂടാണ്ട് ഇരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് കുറച്ച് വെക്കാം. ഇതൊന്ന് നല്ല പോലെ വലിക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ നാളികേരം മൂക്കണേൻ്റെയും ആ ഉലുവയുടെയും മറ്റേ കറിവേപ്പിലയുടെയും നല്ല ജീരകത്തിൻ്റെയും കുരുമുളക് എല്ലാത്തിൻ്റെയും ഇതിൽ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചോറിൽ വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പം ഇത് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് വരിയട്ടെ. ഇത് പെട്ടെന്ന് കേടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായ, പല കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, എന്നിരുന്നാലും കായം ചേനയാണ് മെയിനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി കുറച്ച് കിട്ടുക, എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മഞ്ഞ കളറാണ് ഇതിന് കൂടുതൽ കാണുന്നത്. കുരുമുളകായാലും കുറച്ച് മതി, ഒരു 10-15 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും ഇതിൽ കൂടി ഇട്ടിട്ട് ഇതിലത്തെ വെള്ളമൊന്നും വലിയട്ടോ, അങ്ങനെ വലിയധികം ഒന്നും എന്നിരുന്നാലും നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അതും
ഒന്ന് ശരിയായിക്കൊണ്ടിരിക്കുന്നു. നല്ലപോലെ ഒന്ന് വലിഞ്ഞതിന് ശേഷം ഈ മോര് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഏകദേശം ഒരു നാഴി മോരാണ് കേട്ടത് എടുത്തിട്ടുള്ളത് ഞാൻ. കുറച്ച് ഉപ്പിടട്ടെ. ചിലവരൊക്കെ ഇതിൽ ശർക്കര ചേർക്കുന്നവരുണ്ട്. മോര് കറിയിലൊക്കെ കാളനിലൊക്കെ ചിലവർ സാമ്പാറിൽ ശർക്കര ചേർക്കുന്നവരുണ്ട്, മാങ്ങക്കറിയിൽ ശർക്കര ചേർക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സാണത്. ഞാനിതിലതൊന്നും ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുപോലെ വേണമെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറുക്ക് കാളൻ പോലെ വേണമെങ്കിൽ എടുക്കാം. എല്ലാം നല്ല പോലെ കുറേയും കൂടി ഒന്ന് വലിഞ്ഞ് ഇതിൽ കിടന്ന് നല്ലപോലെ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവണമെങ്കിൽ ഇത് കുറച്ച് ദിവസം കേട് കൂടാതിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ.